സഭാതർക്കത്തിൽ സമരം ശക്തമാക്കി യാക്കോബായ സഭ. കോടതി വിധി അനുസരിച്ച് ഓർത്തഡോക്സ് സഭയ്ക്ക് വിട്ടുകൊടുക്കേണ്ടി വന്ന പള്ളികളുടെ മുന്നിൽ യാക്കോബായ സഭ പന്തൽ കെട്ടി സമരം ആരംഭിച്ചു. സഹന സമരമാണ് നടക്കുന്നത്. യാക്കോബായ സഭ വിശ്വാസികൾക്ക് കൂടി ആരാധനാ സ്വാതന്ത്ര്യം അനുവദിക്കണം എന്നാവശ്യപ്പെട്ടാണ് സമരം. സഭാ തർക്കത്തിൽ സംസ്ഥാന സർക്കാർ നിയമനിർമ്മാണം കൊണ്ടുവരണമെന്നതാണ് യാക്കോബായ സഭയുടെ ആവശ്യം. സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ നഷ്ടപ്പെട്ട 52 പള്ളികളിൽ അടുത്ത ഞായറാഴ്ച പ്രാർത്ഥനയ്ക്കായി പ്രവേശിക്കുമെന്ന് യാക്കോബായ സഭ അറിയിച്ചിട്ടുണ്ട്. ആരാധനാവകാശം തടയരുതെന്നാവശ്യപ്പെട്ടാണ് 52 പള്ളികൾക്ക് മുന്നിലും പ്രതിഷേധ യോഗങ്ങളും റിലേ സത്യാഗ്രഹങ്ങളും ആരംഭിച്ചിരിക്കുന്നത്. യാക്കോബായ സഭയ്ക്ക് നീതി നിഷേധിക്കപ്പെട്ടുവെന്നും സർക്കാർ നിയമനിർമ്മാണം കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷയെന്നും സമരസമിതി ജനറൽ കൺവീനർ തോമസ് മാർ അലസാന്ദ്രിയോസ് പറഞ്ഞു. സമരം ശക്തിപ്പെടുത്താൻ തന്നെയാണ് യാക്കോബായ സഭയുടെ ഒരു തീരുമാനം. ഇന്നു മുതൽ നഷ്ടപ്പെട്ട 52 പള്ളികളുടെ മുമ്പിലും സമരപന്തൽ ഉയർന്നു കഴിഞ്ഞു. ഇനിയുള്ള ദിവസങ്ങൾ സമരത്തിൻ്റെ ദിവസങ്ങളാണ്. യാക്കോബായ സഭയ്ക്ക് നീതി നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. ഗവൺമെൻറ് ഒരു നിയമം നിർമ്മിച്ചു തരും എന്ന് ഉറപ്പുണ്ട്. കാരണം ഒരു ഇച്ഛാശക്തിയുള്ള ഗവൺമെൻറ്റാണ്. ഈ 140 MLA-മാർ ഞങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യും എന്ന് ഞങ്ങളുടെ ഒരു വിശ്വാസമാണ്. മുളന്തുരുത്തി മാർത്തോമൻ പള്ളിക്ക് മുന്നിൽ നടന്ന സമരത്തിൽ തോമസ് മാർ അലസന്ദ്രിയോസ്, സഭാ വൈദിക ട്രസ്റ്റി ഫാദർ സ്ലീബ പോൾ വട്ടവേലിൽ, പള്ളി വികാരി ഫാദർ ഷാജി മാമൂട്ടിൽ എന്നിവർ പങ്കെടുത്തു. എന്നാൽ പ്രാർത്ഥനയ്ക്കെത്തുന്ന വിശ്വാസികളെ തടയില്ലെന്നും സമാധാന അന്തരീക്ഷം തകർക്കാൻ അനുവദിക്കില്ലെന്നുമാണ് ഓർത്തഡോക്സ് സഭയുടെ നിലപാട്. സുപ്രീം കോടതി വിധി അനുസരിക്കാതെയുള്ള ഒത്തുതീർപ്പുകൾക്ക് തയ്യാറല്ല. കോടതി വിധി പറഞ്ഞത് ദാറ്റ് ഈസ് ദ ലോ ഓഫ് ദ ലാൻഡ്. അതനുസരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. ഞങ്ങൾ അനുസരിക്കുകയില്ല എന്ന് പറഞ്ഞ് മുഷ്ക് കാണിച്ചുകൊണ്ട് വന്നാൽ നടക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആരോടും വിരോധം ഉണ്ടായിട്ട് പറയില്ല. വി ആർ ലോ അബൈഡിങ്. ഞങ്ങൾ ഈ കോടതി വിധി അനുസരിച്ചിരിക്കും. 1934 എന്ന് പറയുന്ന ഒരു മാഗ്ന കാർട്ടയുണ്ട്. അതിനെ ചവിട്ടിത്തേക്കാൻ ആർക്കും അവകാശമില്ല. അത് വളരെ പാവനമായി ഞങ്ങൾ കരുതുന്നതാണ്. കാലാകാലങ്ങൾ അമെൻഡ് ചെയ്തിട്ടുണ്ട്. ജനുവരി 1 മുതൽ യാക്കോബായ സഭ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങും. സെക്രട്ടേറിയറ്റിന് മുന്നിൽ മെത്രാപ്പൊലീത്തമാരും വൈദികരും അനിശ്ചിതകാല നിരാഹാര സമരവും നടത്തും. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത കാലത്ത് യാക്കോബായ ഓർത്തഡോക്സ് തർക്കം വീണ്ടും നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുന്നത് സർക്കാരിനും തിരിച്ചടിയാണ്. ജനം, കൊച്ചി.